ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ബ്ലോസം വാലി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. നാളുകളായിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങൾക്കും ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഇവിടെ ഇന്ന് നമുക്ക് നമ്മുടെ ഹോം തെറാപ്പി വീടുകളിൽ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ സ്റ്റാഫിൻ്റെ ഉപയോഗത്തിനുമായിട്ട് നമുക്കൊരു വാഹനം ലഭിച്ച ഒരു ദിവസമാണ്. ഇവിടെ നമ്മുടെ അധ്യക്ഷ പദവിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട ജയേന്ദ്രൻ സാർ നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റും അതുപോലെ റീജിയണൽ ഹെഡുമാണ്. സാറിൻ്റെ അവിചാരിതമായ ഒരു സന്ദർശനമാണ് ഇതിന് ഇവിടെ മുഖാന്തരമായിട്ട് തീർന്നെന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഞാൻ 2-3 പ്രാവശ്യം സാറിനോട് ഇങ്ങനെ ഒത്തിരി എനിക്ക് ഹൃദയം തുറന്ന് നന്ദി പറഞ്ഞപ്പോൾ സാറ് പറയാതെ ദൈവത്തിൻ്റെ പദ്ധതിയല്ലേ അച്ഛാ, ദൈവത്തിൻ്റെ പദ്ധതിയല്ലേ എന്നിങ്ങനെ പല പ്രാവശ്യം എന്നോട് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെങ്കിലും ഓരോരുത്തരിലൂടെയാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പം ഇവിടെ നടക്കുന്ന ഓരോ തെറാപ്പികളും ഓരോ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഓരോ കരങ്ങളിലൂടെയും നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളാകുക. അതുപോലെ സാറ് ദൈവത്തിൻ്റെ കരങ്ങളായ ഒരു കാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായത്. നമ്മുടെ പുതിയ പ്രൊജക്റ്റ് ഒരു ഓട്ടിസം റിസർച്ച് സെൻറ്ററും അവയർനെസ് സെൻറ്ററുമായിട്ട് പുതിയ സ്ഥലത്ത് ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഡിസ്കഷൻ ലോണ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് ചർച്ചയ്ക്ക് വേണ്ടിയാണ് ജയേന്ദ്ര സാർ ഇവിടെ എത്തിയത്. സാറ് സാധാരണ എങ്ങനെയെങ്ങും പോകാറില്ല. അപ്പം തന്നെ ആ വരവെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണെന്ന് ഞാൻ കരുതുക. അങ്ങനെ വന്നതുകൊണ്ടാണ് അപ്പോൾ തന്നെ സാറിനത് നിങ്ങൾക്കൊരു വണ്ടി തന്നോളാം എന്നൊരു ഉറപ്പ് പറയാനായിട്ട് സാധിച്ചത്. പിന്നീട് ബ്രാഞ്ചിൽ നിന്നും പ്രിയപ്പെട്ട മാനേജർ രഞ്ജിത്ത് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അസിസ്റ്റന്റ് മാനേജർ ഇവർ ചേർന്ന് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് പെട്ടെന്ന് അത് വേഗത്തിലും പെട്ടെന്നുമാക്കി തീർക്കുവാനായിട്ട് സാധിച്ചു. ഇന്നതിൻ്റെ കീ കൈമാറുന്ന ഒരു ചടങ്ങാണ് ഇന്ന് ഇവിടെ വെച്ച് നടക്കുന്നത്. അതുപോലെ തന്നെ ജയേന്ദ്ര സാറിനെ നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്നുണ്ട്. കാരണം ദൈവം പറഞ്ഞു വിട്ട ദൈവദൂതനെ പോലെ നമുക്ക് വേണ്ടി ഇങ്ങനെയൊരു വലിയ സംരംഭം ചെയ്തു തന്ന പ്രിയപ്പെട്ട ജയേന്ദ്ര സാറിനെ നമുക്ക് ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുവാനുമുണ്ട്.